ഞാൻ നിൽക്കുന്നത് ഈ ആദവനാട് സ്പിന്നിംഗ് വീൽ മേഖല, അതായത് ഈ അപകടം നടന്ന ഇടത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിൽ നിന്നാണ് ലോറി ബ്രേക്ക് നഷ്ടമായി അതിവേഗം താഴേക്ക് വന്നത്. ഈ ഭാഗത്ത് ഈ റോഡിൻ്റെ വലതുവശത്ത് നമുക്കൊരു ക്വാറി കാണാം, ഒരു ഉപയോഗശൂന്യമായ ക്വാറി കാണാം. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. പക്ഷേ ഈ ഒരു വഴി നേരെ വരുമ്പോൾ ഇവിടെ ക്വാറി ഉള്ളത് ശ്രദ്ധയിൽപ്പെടും. പക്ഷേ ഈ ലോറി നേരെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് മാറിയാണ്. ഇവിടെ ഒരു ക്രെയിൻ നമുക്ക് കിടക്കുന്നത് കാണാം. ഈ ബ്രേക്ക് നഷ്ടമായ ലോറി ഇതുവഴി നേരെ ഇതിനപ്പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഇന്നലെ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയാം. അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ലോറി ഉയർത്തിയത്. ട്രെയിൻ വെച്ച് ഉയർത്തിയ ലോറിയാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ രാത്രിയാണിത്. ഒരുപാട് സമയമെടുത്ത് നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ഈ ലോറി വലിച്ചു കയറ്റിയത്. അപ്പോൾ ഈ ലോറി നമ്മൾ നേരത്തെ കാണിച്ച റോഡിൽ നിന്ന് നേരെ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ബ്രേക്ക് നഷ്ടമായിരുന്നു. ലോറിയുടെ നേരെ ഈ ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. അവിടെ മാവിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ തികച്ചും ഈ ലോറി ഡ്രൈവറെ സംബന്ധിച്ച് ഇവിടെ ഒരു ക്വാറി ഉള്ളതോ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് നഷ്ടമായപ്പോൾ സുരക്ഷിതമായൊരിടത്ത് വണ്ടി ഇടിപ്പിച്ച് നിർത്താനായിരിക്കും അദ്ദേഹം ശ്രമിച്ചത്. വലതുവശത്ത് മറ്റൊരു ക്വാറി നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് വലത്തോട്ട് പോകാതിരിക്കാൻ വണ്ടി ഇടത്തോട്ട് മാറ്റിയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായിട്ട് നേരെ തൊടിയിലേക്ക്, അതായത് ആ തെങ്ങിൻ തോപ്പിലേക്ക് പോകുന്നതിന് പകരം ഇടത്തോട്ട് തിരിഞ്ഞ് ഈ ക്വാറിയിലേക്ക്, ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ നമുക്ക് ആ ലോറി വീണതിൻ്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞതും കൊമ്പൊടിഞ്ഞതും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. തികച്ചും അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഒരിക്കലും മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു 10-20 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരിക്കലും സാധാരണഗതിയിലൊരു വാഹനവും ഇവിടേക്ക് ഇങ്ങനെ വന്ന് അപകടത്തിൽപ്പെടില്ല. നമ്മുടെ പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപകടമായിപ്പോയല്ലോ. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വണ്ടിയുടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു ക്വാറിയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കുന്നത് ഒരു വണ്ടി പോയത് അത് ആ കോറിയിലാണ് പോയത്, അപ്പുറത്തെ പോയത്.